എനിക്കിന്ന് പുതിയതായിട്ടൊരു കാര്യം പറയാനില്ല. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് അകത്ത് ഷാഫിനെ വീഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവർ ചിലപ്പോൾ പരാതിയായിട്ട് പോകും. കാരണം ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും. ഇന്നലെ ഇപ്പം ഞാൻ പറയാത്ത പേരിനെ നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ, അത് വളരെ നന്നായി. ആ മാധ്യമങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ. അപ്പം അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ പറഞ്ഞ കാര്യം ഏത് അല്ല, നിങ്ങൾ ആളെ കണ്ടുപിടിച്ചു, അദ്ദേഹത്തിന് കൂടി പ്രതികരണം തേടി. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ നിഷേധിക്കാത്ത സ്ഥിതിക്ക് ഞാൻ നിഷേധിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നിലപാട് വ്യക്തമാക്കി. ഇന്നലെ ഞാൻ ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഈ കള്ളപ്പന്നി, ഈ ചെറ്റ സുരേഷ് ബാബു ഇന്നിപ്പോ പറയുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചതാണ്, അതായത് മാധ്യമങ്ങൾ കണ്ടുപിടിച്ചതാണ്, നിങ്ങൾ ആളെ കണ്ടുപിടിച്ചു എന്നാണ് ചെറ്റയുടെ വാദം. ഈ ചെറ്റ നിന്ന നിപ്പിന് പച്ച നുണകൾ പറയുകയാണ്. ഇന്നലെ രാവിലെ ഈ ചെറ്റ നടത്തിയ ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞതും അതിന്റെ വീഡിയോയും ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് ആ ചെറ്റ ഞാൻ ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടി രണ്ടാമതും ഉച്ചയ്ക്ക് വീണ്ടും വാർത്താ സമ്മേളനം വിളിക്കുന്നു. ആ പേര് പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ ഷാഫി പറമ്പിലിനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടി രണ്ടാമതും ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത്. ഇപ്പൊ ചെറ്റയുടെ പുതിയ ഒരു ഐഡിയ ഇറക്കിയിരിക്കുകയാണ്. ഭീഷണിയാണ്, ഭീഷണി. കോലിട്ടിളക്കിയാല് കൂടുതലായിട്ട് അത് ദോഷം ചെയ്യുക കോൺഗ്രസിനും ഷാഫി പറമ്പിലുമാണ് എന്ന്. എടോ സുരേഷ് ബാബു ചെറ്റെ, കോലിട്ടിളക്കല്ല, നിന്റെ കുണ്ടിയിൽ തുപ്പലം കൂട്ടാതെ കയറ്റിയിട്ട് നിന്റെ കുണ്ടി കീറാൻ തന്നെയാണ് തീരുമാനം. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിന്റെ കുണ്ടിയിൽ തുപ്പലം കൂട്ടാതെ കയറ്റിയിട്ട് നിന്റെ കുണ്ടി കീറാൻ തന്നെയാണ് തീരുമാനം. നിനക്ക് പറ്റുന്നത് നീ ചെയ്യ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങളും ചെയ്യാം. മനസ്സിലായില്ലേ? ഈ പറയുന്ന ചെറ്റ, ഈ നെറികെട്ട നാണം കെട്ട ഒരു ഉളുപ്പുമില്ലാത്ത നായിന്റെ മോന് ഈ സുരേഷ് ബാബു ഇപ്പൊ വന്നിട്ട് അവൻ ഭീഷണിപ്പെടുത്തുന്നു. സൗകര്യപ്പെടൂല സുരേഷ് ബാബു. നിന്റെ ഭീഷണിയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. നിന്റെ ഭീഷണി നിന്റെ കയ്യിൽ വെച്ചാൽ മതി. നീ ഇന്നലെ ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞ നീ നിന്ന നിപ്പിന് പച്ച നുണ വീണ്ടും വീണ്ടും പറയാൻ ഒരു മടിയുമില്ലാത്ത തെമ്മാടിയായിട്ട് മാറുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് താൻ ഇന്നലെ ഷാഫി പറമ്പിലിനെ കുറിച്ച് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ, കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞല്ലോ? തൻ്റെ വീട്ടിൽ ആരെങ്കിലും വിളിച്ചോ ഈ ഷാഫി പറമ്പിൽ? തൻ്റെ വീട്ടിലുള്ളവരുടെ ഫോണും കാര്യങ്ങളും ഒക്കെ ഒന്ന് സയന്റിഫിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം ഇപ്പൊ ഭയങ്കര സംശയം ഞങ്ങൾക്കുള്ളത്, തൻ്റെ വീട്ടിലുള്ള ആരെയെങ്കിലും വിളിച്ച് അവരെ ബാംഗ്ലൂരിലേക്ക് ഷാഫി പറമ്പിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചോ എന്നുള്ള ഒരു സംശയവും അല്ലാതെയുണ്ട്. അതുകൊണ്ട് തൻ്റെ വീട്ടിലുള്ള ആളുകളുടെ ഫോണുകൾ അടിയന്തരമായിട്ട് അത് പരിശോധിക്കണം എന്നുള്ളതാണ്. താൻ എന്തും എടോ സുരേഷ് ബാബു, രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ട് നേരിടണം. അതിനെ ആദർശപരമായിട്ടാണെങ്കിൽ ആദർശപരമായിട്ട് നേരിടണം. തനിക്ക് ഇതില്ല എന്നുള്ളത് തൻ്റെ ഈ ചീഞ്ഞളിഞ്ഞ ഈ വായ വെച്ചിട്ട്, തീട്ടം കോരുന്ന തൻ്റെ ഈ വായ വെച്ചിട്ട് താൻ എന്തിനാണോ ബാക്കിയുള്ളവരുടെ മെക്കെട്ട് കയറാൻ വരുന്നത്? തനിക്ക് പറഞ്ഞിട്ടില്ലാത്തത് താൻ ചെയ്യുന്നത് എന്തിനാ? ഒരു മര്യാദ വേണ്ടേ? ഒരു ജില്ലാ സെക്രട്ടറിയുടെ പോസ്റ്റിലൊക്കെ ഇരുന്നു കൊണ്ട് എന്ത് ചെറ്റത്തരവും വിളിച്ചു പറയാനാണോ? അല്ലെങ്കിൽ ഇതാണോ നിങ്ങളുടെ കൾച്ചർ? സംസ്കാരം എന്ന് പറയുന്നത് ഇതാണോ? അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ തൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യം കൂടി ഞങ്ങൾ സംശയകരമാവുകയാണ്. കാരണം ഒരു സംസ്കാരം എന്നൊക്കെ പറയുന്നത് അത് പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഇതൊക്കെ വീട്ടിൽ നിന്നും തറവാട്ടിൽ നിന്നും ഒക്കെ കിട്ടേണ്ടതാണെന്ന്. തനിക്കിത് എവിടുന്നടോ കിട്ടിയത്? തനിക്കിത് എവിടുന്ന കിട്ടിയത്? തൻ്റെ ഈ ചെറ്റത്തരം
അത് നിർത്തിക്കോ നീ, അത് നിർത്തിക്കോ. തന്നെ എന്ന് സോറി, ഇയാളെ തന്നെ എൻ്റെ 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 പിതാവിൻ്റെ പ്രായമുണ്ട് ഈ വ്യക്തിക്ക്. ഇയാളെ തന്നെ എന്നും താനെന്നും ചെറ്റയെന്നും ഒക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും നിനക്ക് ഒരു കുറച്ച് ബഹുമാനം ആയിക്കൂടെ എന്ന്. എനിക്ക് സൗകര്യപ്പെടില്ല. കാരണം ഇമാതിരി തെണ്ടികളെയും ചെറ്റകളെയും ചെറ്റയെന്നും തെണ്ടിയെന്നും അല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാ അല്ലേ? പിന്നെ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പരനാറിയാക്കാം. അതിപ്പോ പിണറായി വിജയൻ പഠിപ്പിച്ചു തന്നാണല്ലോ പരനാറി. അതാവുമ്പോ കുഴപ്പമില്ല, പരനാറി. എടാ പരനാറി സുരേഷ് ബാബു, തന്റെ വിചാരം എന്താ? ഇപ്പൊ നീ എന്താ വിചാരിക്കുന്നത്? ഇപ്പൊ അവൻ പുതിയ ഐഡിയ, കോൺഗ്രസിൽ ഷാഫിനെ വീഴ്ത്താൻ കുറെ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ. അപ്പോ അവര് തന്നെ പരാതി കൊടുക്കും. ഇവിടെ ഷാഫിനെ വീഴ്ത്താൻ ആരും നടന്നിട്ടൊന്നുമില്ല. ഷാഫിനെ വീഴ്ത്താനും പാലക്കാട് ബൈ ഇലക്ഷന് മത്സരിക്കാനും നടന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് ആ സരിൻ എന്ന് പറയുന്ന ഊച്ചാലിയ. അവൻ താങ്കളുടെ കൂടെ വന്നു കഴിഞ്ഞ് അവൻ വന്നിട്ട് എന്ത്, അവരെ നിങ്ങൾ കൊണ്ടു നടന്നിട്ട് സരിനെ ഈ പറയുന്ന സുരേഷ് ബാബു കൊണ്ടു നടന്നിട്ട് എന്തായി? എവിടെ വരെ എത്തി? സരിനും സുരേഷ് ബാബുവും അല്ല അവസാനം പോളിംഗ് കഴിഞ്ഞിട്ട് ഇലക്ഷൻ റിസൾട്ട് എണ്ണുന്നതിന് മുമ്പ് കണക്കുകളൊക്കെ നിരത്തിയിട്ട് ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ രണ്ടുപേരും. നല്ല ചൊറിച്ചിൽ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അറിയാം. ആ ചൊറിച്ചിലിന് വേറെ വഴിയൊന്നുമില്ല സുരേഷ് ബാബു. പാലക്കാട് ഇഷ്ടംപോലെ മുള്ളുമുരിക്കുകളുണ്ട്. ആ മുള്ളുമുരിക്കിൽ പുക പാഞ്ഞ് കയറുക. ഷഡ്ഡി ഇടാൻ പാടില്ല കേട്ടാ. ഷഡ്ഡി ഇടാതെ ആ മുള്ളുമുരിക്കിലേക്ക് പാഞ്ഞങ്ങ് കയറിയാൽ മതി. എല്ലാ ചൊറിച്ചിലും മാറിക്കിട്ടും. അതേ ഇപ്പൊ വഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് തന്തയില്ലായ്മത്തരം കാണിക്കാനാണ് സുരേഷ് ബാബുവിന്റെ തീരുമാനമെങ്കിൽ സുരേഷ് ബാബു പല കാര്യങ്ങളും ഞങ്ങളും കാണിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്റെ ഈ ഭീഷണി എന്ത് പോലിട്ട് തോണ്ടിയാല് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരാതി കൊടുത്തു കഴിഞ്ഞാല് ഞാൻ പലതും വെളിപ്പെടുത്തും. താൻ വെളിപ്പെടുത്തടോ, താൻ വെളിപ്പെടുത്ത്. പരാതി കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. പരാതി കൊടുത്തിട്ടുണ്ട് തനിക്കെതിരെ. മനസ്സിലായില്ലേ? അപ്പോ താൻ അങ്ങ് വെളിപ്പെടുത്ത്. എവിടെ വരെ താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് താങ്കൾ ചെയ്യും. മനസ്സിലായില്ലേ? ഈ ചെറ്റ സ്വഭാവം നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പാലക്കാട് ഷാഫി വടകരയിലേക്ക് മത്സരിക്കാൻ പോയി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ അവിടെ ആദ്യം നിങ്ങൾ ഇറക്കിയ ഒരു പെട്ടി ഉണ്ടായിരുന്നില്ല, ഒരു നീലപ്പെട്ടി. നല്ല അരി മൂഞ്ചി മണ്ണെണ്ണ മൂഞ്ചി എന്ന് പറയുന്ന അവസ്ഥയിൽ എല്ലാം തൊട്ടതൊക്കെ ഷാഫിക്കെതിരെ ഇറക്കുന്നതൊക്കെ നിങ്ങൾക്ക് വിനയായി മാറിയപ്പോ അവസാനം ഒരു കൈ ഒന്നും കൂടി പയറ്റി നോക്കാന്ന് കരുതി. കാരണം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നിങ്ങളുടെ മനസ്സിലുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി നിങ്ങളുടെ മനസ്സിലുണ്ട്. തൃക്കാക്കരയിലെ വിധി നിങ്ങളുടെ മനസ്സിലുണ്ട്. പുതുപ്പള്ളിയിലെ വിധി നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോ കേരളത്തിന്റെ പൊതുസമൂഹം അത് ഈ 2026 നിങ്ങളെ പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുമെന്നുള്ള നല്ല ബോധമുള്ളത് കൊണ്ട് അപ്പോ ഈ പിണറായി വിജയന്റെ കൊള്ളരുതായ്മകൾ, പരാജയങ്ങൾ, ഭൂലോക തോൽവികൾ ഇതൊന്നും ഇവിടെയും ചർച്ചയാവരുത് എന്നുള്ളത് കൊണ്ടും ഒരു നെറികെട്ട ഇതെന്തടോ മറ്റേ എന്താ പറയേണ്ടത്, നമ്മളെ ഇക്കിളി കഥകൾ എന്നൊക്കെ പറയാൻ പറ്റില്ലേ? അത്തരത്തിലുള്ള ഈ എന്താ പറയേണ്ടത്, ഈ പലയാഴ്ചയാളെ ഒരു സംസാരിക്കുന്ന ജില്ലാ സെക്രട്ടറിയോ? ഇത് സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു. ഇത് നിങ്ങൾക്ക് തന്നെ അപമാനമല്ലേ? ഒരു ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്ന രീതിയാണോ ഇത്? അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി മറ്റേ ഈ നമ്മളെ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന സൈബർ സഖാക്കളെ പോലെയാണോ സംസാരിക്കുന്നത്? യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാതെ, യാതൊരുവിധ ധാർമ്മികതയും ഇല്ലാതെ, ഒരു ലോജിക്കും ഇല്ലാതെ, ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇത്തരത്തിൽ അടിസ്ഥാനരഹിത ആരോപണങ്ങളാണോ ഒരു ജില്ലാ സെക്രട്ടറി നടത്തുന്നത്? ഇത് ഇയാളെ അളക്കാനൊന്നും ഇല്ലാതെ ഇവനെ പോലെ ഒരു പരമചെറ്റ വേറെ ഏതാ ഉള്ളത്? ഈ ചെറ്റയെ ഇനി എന്തോന്ന് അളക്കാനാ? അപ്പൊ ഇവന്റെ അളവല്ല, ഇത് നിങ്ങളുടെ പാർട്ടിയെ അളക്കാനുള്ള ഒരു വഴിയായി മാറുകയല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കേണ്ട സഖാക്കളെ. CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് അതിന്റെ ആശയത്തോട് എതിരുള്ള ഒരു വ്യക്തിയാണെങ്കിലും അതൊരു പ്രസ്ഥാനമല്ലേ? ഈ കേരളത്തിലെ ഒരു മുൻനിര രാഷ്ട്രീയ പാർട്ടിയല്ലേ? നിങ്ങളല്ലേ ഇപ്പോൾ ഇവിടെ കേരളം ഭരിക്കുന്നത്? അത്തരത്തിലൊരു സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അപ്പോ കാര്യങ്ങള് ഒന്ന് ഈ പറയുന്ന കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമില്ല. പിന്നെ എന്ന് പറയുന്നത് ഒരു മര്യാദയൊക്കെ വേണ്ടടോ.
രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയപരമായിട്ട് നേരിടണം, അവരെ ആശയപരമായിട്ട് ആദർശപരമായിട്ട് നേരിടണം. ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുക, അധിക്ഷേപങ്ങൾ ചൊരിയുക എന്നൊക്കെ പറയുന്നത് അതൊരു ഒരു ലോജിക്കാണോ? അതൊരു ചേർന്ന പണിയാണോ? അപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കും, നീ എന്ത് ഇയാളെ ചെറ്റ എന്ന് വിളിക്കുന്നത്? പിന്നെ ഞാൻ ചെറ്റയെ ചെറ്റെന്നല്ലാണ്ട് അവനെ പരനാറി തെണ്ടി എന്നല്ലാതെ പിന്നെന്താ ഞാൻ വിളിക്കേണ്ടത്? ഇവനെ കാണുമ്പോൾ, ഇവൻ സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല അവന്റെ മോന്ത അടിച്ചു പൊട്ടിക്കാൻ തോന്നില്ലേ? കാരണം നമ്മൾ പലരും പല ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നതും രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ നമ്മളെല്ലാവരും കാണുന്നത്, അതൊക്കെ രാഷ്ട്രീയത്തിന്റെ വഴിക്ക്. ബട്ട് ഒരു അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകളൊക്കെ ഇത്തരത്തിൽ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവന്റെ മോന്ത കുറ്റി നോക്കി അടിച്ച് പൊട്ടിക്കല്ലേ വേണ്ടത്? വേറെ എന്താണ് ചെയ്യേണ്ടത്?